സർക്കാർ മദ്യലോബിക്ക് വഴങ്ങിയെന്ന് വി.എം. സുധീരൻ. മദ്യലയം ഫലത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നുവെന്നും വി.എം. സുധീരൻ പറഞ്ഞു. മദ്യനയത്തിലെ മാറ്റം ജനങ്ങളെ ഞെട്ടിച്ചുവെന്നും സർക്കാരിന്റെ നയമാറ്റത്തോട് വിയോജിപ്പെന്നും വി.എം. സുധീരൻ വ്യക്തമാക്കി. സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ലക്ഷ്യത്തിനായി മുന്നോട്ടു പോകുമെന്നും സുധീരൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മലബാറിലെ പരിപാടികൾ റദ്ദാക്കി തിരുവനന്തപുരത്തെത്തിയാണ് സുധീരൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. നയംമാറ്റത്തിലൂടെ മദ്യലോബിയുടെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്ന് വാർത്താക്കുറിപ്പിൽ വിമർശിക്കുന്നു. പ്രഖ്യാപിത മദ്യനയത്തിൽ നിന്നുള്ള മാറ്റം ജനങ്ങളെ ഞെട്ടിച്ചു. ബിയർ വൈൻ പാർലറുകൾ വ്യാപകമായി ആരംഭിക്കുന്നത് പുതുതലമുറയോടുള്ള വഞ്ചനയാണ്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പൂട്ടിയ ബാറിലെ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാമായിരുന്നു. അത് ആലോചിക്കാതെ ബാറുകൾ തുറന്നുകൊടുക്കാൻ വ്യഗ്രത കാണിച്ചു. 2 വകുപ്പ് സെക്രട്ടറിമാർ ആരുടെയോ തിരക്കഥക്കനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പേരിലാണ് നയം മാറ്റം എന്നത് വിസ്മയകരമാണ്. ഇവരുടെ റിപ്പോർട്ടുകൾ വിശ്വാസ്യതയില്ലാത്തതും ഏകപക്ഷീയവുമാണെന്നും സുധീരൻ കുറ്റപ്പെടുത്തുന്നു. സമ്പൂർണ്ണ മദ്യനിരോധനത്തിനു വേണ്ടി KPCC മുന്നോട്ടു പോകുമെന്ന മുന്നറിയിപ്പോടെയാണ് പ്രസ്താവന അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയത്തിൽ മാറ്റം വരുത്തിയ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് വി.എം. സുധീരൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. മദ്യനയത്തിലെ മാറ്റം ജനത്തിൽ നിന്ന് തിരിച്ചടിയുണ്ടാകുമെന്ന് ടി.എൻ. പ്രതാപൻ പറഞ്ഞു. ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CSI സഭയും രംഗത്തെത്തി. മദ്യനയം അട്ടിമറിച്ചത് മുഖ്യമന്ത്രിയാണ്. സർക്കാരിന്റെ അവിഹിത കൂട്ടുകെട്ടിന്റെ തെളിവാണ് അട്ടിമറിയെന്നും സർക്കാരിൻ്റേത് ജനവഞ്ചനയാണെന്നും ഇതിനു പിന്നിൽ അഴിമതിയാണെന്നും സഭ അഭിപ്രായപ്പെട്ടു. KPCC പ്രസിഡന്റിന്റെ അഭിപ്രായങ്ങളെ മറികടന്ന് പ്രഖ്യാപിത മദ്യനയത്തിൽ സർക്കാർ വെള്ളം ചേർക്കുകയും ബിയർ വൈൻ പാർലറുകൾക്ക് അനുമതി നൽകുകയും ചെയ്തത് കോൺഗ്രസും ഘടകകക്ഷികളും വി.എം. സുധീരനെ കൈവിട്ടതിന്റെ തെളിവാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ പ്രതികരിച്ചു. പിന്തുണ നഷ്ടപ്പെട്ട സുധീരൻ രാജിവെക്കണമെന്നും വി.എസ്. ആവശ്യപ്പെട്ടു. എന്നാൽ പുതിയ തീരുമാനം UDFന് അവമതിപ്പുണ്ടാക്കുന്നതാണെന്നും നയമാറ്റം പുനഃപരിശോധിക്കാൻ തയ്യാറാകണമെന്നും ടി.എൻ. പ്രതാപൻ MLA അഭിപ്രായപ്പെട്ടു. UDFന് വലിയ അവമതിപ്പുണ്ടാക്കും. അതുകൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മാറ്റമാണ്. അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകില്ലെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ഈ മാറ്റം തീർച്ചയായും പുനഃപരിശോധിക്കുക തന്നെ വേണം. പ്രായോഗിക വശങ്ങൾ ചർച്ച ചെയ്യാതെ പ്രസ്താവന നടത്തിയതിന്റെ പ്രത്യാഘാതമാണ് മദ്യനയത്തിലുണ്ടായതെന്ന് ചീഫ് PC ജോർജ് പ്രതികരിച്ചു. സാമ്പത്തിക നഷ്ടങ്ങളെക്കാൾ മദ്യനയത്തിലൂടെയുണ്ടായ സാമൂഹിക നേട്ടങ്ങൾ സർക്കാർ കണക്കിലെടുത്തില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹിമാൻ രണ്ടത്താണി വ്യക്തമാക്കി. താമസിയാതെ ബിയർ വൈൻ പാർലറുകൾ വിദേശ മദ്യഷാപ്പായി മാറുമെന്നായിരുന്നു KK രാമചന്ദ്രൻ മാസ്റ്ററുടെ അഭിപ്രായം. മദ്യ ഉപഭോഗം ശീലമായിട്ടുള്ള ആളുകൾക്ക് ബിയർ വൈൻ പാർലർ പോകുമോ? ആൽക്കഹോളിന്റെ അംശം കൂടുതൽ ഉള്ള മദ്യം അവിടെ കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ആ ആൽക്കഹോളിന്റെ അംശം കൂടുതലുള്ള മദ്യം ബാർ ഉടമകൾ വിൽക്കാൻ ശ്രമിക്കും എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയില്ലേ? മദ്യനയം അട്ടിമറിച്ചത് മുഖ്യമന്ത്രിയാണെന്നും ജനങ്ങളോട് സർക്കാർ വഞ്ചന കാണിച്ചെന്നും CSI സഭ അഭിപ്രായപ്പെട്ടു. പലരും രക്ഷപ്പെടുത്താൻ വേണ്ടി പലരോടുള്ള ഉറപ്പാണ് അവർ പാലിച്ചത്, ജനങ്ങളോടല്ല. ന്യൂസ് ഡെസ്ക്. KPCC പ്രസിഡന്റ് വി.എം. സുധീരന്റെ എതിർപ്പിൽ പുതുമയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഭരണത്തിലിരിക്കുമ്പോൾ പ്രായോഗിക തീരുമാനമെടുക്കേണ്ടി വരുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. പ്രായോഗിക മാറ്റങ്ങൾ സർക്കാരിന് സ്വീകരിക്കേണ്ടി വരുമെന്ന് മന്ത്രി K. ബാബു വ്യക്തമാക്കി. മദ്യനയത്തിലേത് ആർക്കും കീഴടങ്ങിയുള്ള തീരുമാനമല്ലെന്നും മന്ത്രി K. ബാബു കൂട്ടിച്ചേർത്തു. അദ്ദേഹം UDF യോഗത്തിലും എതിർപ്പ് ഞാൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെ ക്യാബിനറ്റിൽ അദ്ദേഹം ഇല്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനോട് പറയാൻ സാധിച്ചില്ല. ആ പ്രതിഷേധം അദ്ദേഹം ഇവിടെ കാണിച്ചു. മുസ്ലിം ലീഗ് ഇന്നലെയും അവരുടെ എതിർപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റിൽ ഇരിക്കുമ്പോൾ എപ്പോഴും അനുകൂലമായ തീരുമാനങ്ങൾ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പ്രസിഡന്റിന്റെ ഈ പത്രക്കുറിപ്പ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ തുടരുന്ന നിലപാടിന്റെ ഭാഗമാണ്. UDFന്റെ യോഗത്തിലും അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗും പറഞ്ഞിരുന്നു. പക്ഷെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കാൻ വേണ്ടി ആണ് UDF യോഗം തീരുമാനിച്ചത്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ മുസ്ലിം ലീഗ് അവരുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വിജിലൻസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കിയതായി ബിജു രമേശ് പറഞ്ഞു. മാണിക്ക് പുറമെ മറ്റ് 3 മന്ത്രിമാർക്ക് കൂടി കോഴ കൊടുത്തിട്ടുണ്ട്. തനിക്കെതിരെ മാണി മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് കരുതുന്നില്ലെന്നും കേസ് കൊടുത്താൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും ബിജു രമേശ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് വിജിലൻസ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബിജു രമേശ്. ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ കുറേ CD-കളും ഡീറ്റെയിൽസുകളും ഉണ്ട്. അത് ജനറൽ സെക്രട്ടറി മൊഴി കൊടുക്കുമ്പോൾ എവിഡൻസ് കംപ്ലീറ്റ് കൊടുക്കുന്നതിലേക്ക് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി MD ധനേഷിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അത് കൊടുക്കുമ്പോൾ ഇത് ഞാൻ കൂടുതൽ അതിൻ്റെ
സംസാരിക്കുന്നതിൻ്റെ ഉണ്ട്, ചില അല്ലാതെയുള്ള ദൃശ്യങ്ങളും ഉണ്ട്. അതെ, മൂന്നോ നാല് പേർക്ക് ബന്ധപ്പെട്ട് ആണ് ഇതിൻ്റെ ബാക്കി പേയ്മെൻറ്റ്സുകൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസുകൾ മിനിറ്റ്സിലുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പോകുമല്ലോ. ഞാൻ പറഞ്ഞത് കളവാണ് എന്ന് തെളിയിച്ചാൽ 1 രൂപ മതിയല്ലോ, എന്തിനാണ് ഈ കോടികൾ ചോദിക്കുന്നത്? അതിൽ തന്നെ ഇപ്പോഴുള്ള ആ ഒരു ആസക്തി കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഈ മാണി സാർ 1 രൂപ ചോദിക്കുക. പക്ഷേ മാണി സാർ കേസ് കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള തെളിവുകളുമായിട്ട് അത് തെളിയിക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ മാണി സാർ കൂടുതൽ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഒരു കാരണവശാലും കൊടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം മാണി സാർ പൈസ മേടിച്ചിട്ടുണ്ടെന്ന് മാണി സാറിന് ബോധ്യമുണ്ട്. ബാർ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. 10 ബാറുകൾക്ക് പ്രവർത്തനാനുമതി നൽകാനുള്ള വിധി നടപ്പാക്കണം. 5 ദിവസത്തിനകം നടപ്പാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ബാർ കേസിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. എക്സൈസ് കമ്മീഷണറെയും നികുതി സെക്രട്ടറിയെയും വിളിച്ചു വരുത്തിയ ഹൈക്കോടതി 10 ബാറുകൾക്ക് കൂടി 5 ദിവസത്തിനകം ലൈസൻസ് അനുവദിക്കാൻ ഉത്തരവിട്ടു. ഉത്തരവ് പാലിക്കാനായില്ലെങ്കിൽ 2 ഉദ്യോഗസ്ഥന് ഹാജരായി കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ പറഞ്ഞു. കോടതി ഉത്തരവുണ്ടെങ്കിലും മന്ത്രിസഭാ തീരുമാനമില്ലാത്തതിനാൽ ഹർജിക്കാരായ 10 ബാർ ഉടമകൾക്ക് ലൈസൻസ് നൽകാനാവില്ലെന്നാണ് എക്സൈസ് കമ്മീഷണർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. 10 ബാറുകളുടെ ലൈസൻസ് ഈ സാമ്പത്തിക വർഷം പുതുക്കി നൽകാതിരുന്നത് വിവേചനമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവയ്ക്ക് 2011 ഡിസംബർ 9 ചട്ടഭേദഗതിക്ക് മുൻപ് ലൈസൻസ് ഉണ്ടായിരുന്നുവെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ നവംബർ 7 10 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ കോടതി ഉത്തരവ് സർക്കാർ പാലിച്ചില്ലെന്നാരോപിച്ച് ബാർ ഉടമകൾ ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യത്തിന് പരാതി നൽകുകയായിരുന്നു. അതേസമയം കോടതി ഉത്തരവ് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് എക്സൈസ് മന്ത്രി കെ ബാബു പ്രതികരിച്ചു. പൊതുവേ ഞങ്ങൾ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിന് ലൈസൻസ് കൊടുക്കില്ലെന്നല്ലേ ഞങ്ങളുടെ തീരുമാനം. പിന്നെ കോടതി വിധി എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം. ലൈസൻസ് പുതുക്കി നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വ്യാജരേഖകൾ ചമച്ച ബാറിന്റെ രജിസ്ട്രേഷൻ മാറ്റി ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടത്തിയതായി ബാർ ഉടമ. വിൽപ്പന നികുതി വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ഒത്താശയോടെയാണ് ഖജനാവിന് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാക്കിയ ഇടപാട് നടന്നതെന്നും വെളിപ്പെടുത്തൽ. തലയോലപ്പറമ്പിലെ ഹോട്ടൽ പങ്കജിന്റെ പാർട്ണർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണന്റേതാണ് വെളിപ്പെടുത്തൽ. രേഖകൾ പീപ്പിളിന്. തലയോലപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന മെസ്സേഴ്സ് ഹോട്ടൽ പങ്കജ് സഹോദരങ്ങളായ 5 പേരുടെ പാർട്ണർഷിപ്പിലായിരുന്നു. ബാർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവർ തമ്മിൽ തർക്കത്തിനിടയാക്കി. തുടർന്ന് സഹോദരങ്ങളിൽ ഒരാൾ ബാർ ലൈസൻസ് തന്റെ പേരിലേക്ക് മാറ്റി. പാർട്ണർഷിപ്പ് പിരിഞ്ഞു എന്ന് വ്യക്തമാക്കി പത്രത്തിൽ പരസ്യം നൽകിയായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുത്തത്. അത് സ്വന്തം പേരിലേക്ക് പിന്നീട് മാറ്റുകയും ചെയ്തു. എന്നാൽ പാർട്ണർമാർ പാർട്ണർഷിപ്പ് പിരിഞ്ഞതായി കരാറുണ്ടാക്കിയിരുന്നില്ല. ഇക്കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ലൈസൻസ് നേടിയത്. തുടർന്ന് മെസ്സേഴ്സ് ഹോട്ടൽ പങ്കജ് എന്ന പേര് മാറ്റി ഹോട്ടൽ പങ്കജ് എന്നാക്കി. ടിൻ നമ്പറും വാറ്റ് നമ്പറും മാറ്റി രജിസ്ട്രേഷനും തരപ്പെടുത്തി. ധനവകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ഒത്താശയോടെയായിരുന്നു ഇത്. പാർട്ണർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ. ഹോട്ടൽ പങ്കജ് എന്ന സ്ഥാപനം പാർട്ണർഷിപ്പിൽ 2011 വരെ നടക്കുകയും 2011 പാർട്ണർഷിപ്പ് മറച്ചുവെച്ച് കോടതിയിൽ നിന്നും വിധി വാങ്ങി എല്ലാവിധ മാനദണ്ഡങ്ങളെയും ലംഘിച്ച് ടാക്സും ഇതും വെട്ടിക്കുന്നതിന് വേണ്ടി സ്വന്തം പേരിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിന് ശരാശരി 25-നും 35-നും ഇടയ്ക്ക് ലക്ഷം രൂപ സെയിൽ ടാക്സ് ഇനത്തിൽ തന്നെ നഷ്ടമുണ്ട്. വ്യാജരേഖകൾ ചമച്ച് ഹോട്ടലിന്റെ പേര് മാറ്റി പുതിയ രജിസ്ട്രേഷൻ എടുത്തതോടെ ഖജനാവിനുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. 2011 മുതൽ പ്രതിവർഷം 25 മുതൽ 35 ലക്ഷം രൂപ വരെയാണ് സർക്കാരിന് ഇതിലൂടെ നഷ്ടമായത്. നഷ്ടത്തിന്റെ കണക്കുകൾ ഇപ്രകാരം: 2008-2009 മെസ്സേഴ്സ് ഹോട്ടൽ പങ്കജ് 33 ലക്ഷം രൂപയായിരുന്നു വിൽപ്പന നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് നൽകിയത്. 2009-10 40 ലക്ഷവും 10-11 46 ലക്ഷവും നൽകി. പ്രതിവർഷം 15% അധികം നൽകണമെന്ന വ്യവസ്ഥയിലായിരുന്നു ഇത്. എന്നാൽ ബാറിന് പുതിയ രജിസ്ട്രേഷൻ ലഭിച്ചതോടെ വിൽപ്പന നികുതിയിൽ ഗണ്യമായ കുറവ് വന്നു. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്ക് പ്രകാരം 2011-12 അടച്ചത് 38 ലക്ഷം രൂപ. യഥാർത്ഥത്തിൽ അടക്കേണ്ടിയിരുന്നത് 52 ലക്ഷം രൂപ. ഖജനാവിന് നഷ്ടം 14 ലക്ഷം. 2013-ലും 14-ലും ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ലൈസൻസ് നഷ്ടപ്പെട്ടു എന്ന് വ്യാജേന കോടതിയെ സമീപിക്കുകയും പാർട്ണർഷിപ്പ് പറയാതെ കോടതിയിൽ നിന്നും വിധി വാങ്ങിക്കുകയുമാണ് ചെയ്തത്. ആ വിധി 2010 എതിർത്ത് ഞാൻ കൊടുത്ത കേസിൽ 2013 ആ വിധി തള്ളിക്കളയുകയും ആ വിധി മുഖാന്തരം ഇവർ നേടിയിട്ടുള്ള എല്ലാ ഇതും ക്യാൻസൽ ചെയ്യാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. പഴയ ബാറിന്റെ രജിസ്ട്രേഷൻ മാറ്റിയതോടെ
പുതിയ നിരക്കിലുള്ള വിൽപ്പന നികുതി അടച്ചാൽ മതിയെന്ന സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് ലക്ഷങ്ങൾ നഷ്ടം വരുത്തിയ ഇടപാട് നടന്നത്. KG ദിനകർ, കൊച്ചി. ടൈറ്റാനിയം കേസിൽ മുഴുവൻ ആരോപണങ്ങളിലും വിശദമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ കേസിലെ 8ാം പ്രതിയും ടൈറ്റാനിയം കമ്പനി ചെയർമാനുമായ T. ബാലകൃഷ്ണൻ സമർപ്പിച്ച റിവിഷൻ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് K. രാമകൃഷ്ണന്റെ ഉത്തരവ്. പീപ്പിൾ ബിഗ് എക്സ്ക്ലൂസീവ്. ടൈറ്റാനിയം കേസ് പരിഗണിക്കുന്നതിന് മുൻപ് ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം. ഉമ്മൻചാണ്ടിക്കൊപ്പം AGയും ഹൈക്കോടതിയിൽ എത്തി. മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസിനെ കണ്ടു. ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. എന്നാൽ ഹൈക്കോടതിയിലെ സന്ദർശനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വ്യക്തമായി പ്രതികരിച്ചില്ല. രാവിലെ 8:30ഓടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ എത്തിയത്. ഏകദേശം അരമണിക്കൂർ ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ആരോപണ വിധേയനായ ടൈറ്റാനിയം കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. സന്ദർശനത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും ചീഫ് ജസ്റ്റിസുമായി ഭരണപരമായ കാര്യങ്ങൾ ആണ് സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി പിന്നീട് വ്യക്തമാക്കി. ഞാൻ ഹൈക്കോടതി പോയാൽ കാണുന്നത് ചീഫ് ജസ്റ്റിസിനെയാണ്. അത് സാധാരണ ഉള്ളതാണ്. ചീഫ് ജസ്റ്റിസും ചീഫ് മിനിസ്റ്ററുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു വർഷം 1-2 പ്രാവശ്യമെങ്കിലും നടക്കും. കോടതിക്ക് ഗവൺമെൻറ്റുമായിട്ട് പറയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇതിനു മുമ്പുള്ള ചീഫ് ജസ്റ്റിസുമാരെല്ലാം ഞാൻ ഹൈക്കോടതി വന്ന് കണ്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ ഇന്ന് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തിയ ഉമ്മൻചാണ്ടി നേരെ ഹൈക്കോടതിയിലേക്ക് എത്തുകയായിരുന്നു. ക്യാമറമാൻ രഞ്ജിത്തിനും RK ജയപ്രകാശിനുമൊപ്പം കൊച്ചിയിൽ നിന്നും KG ദിനകർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിലെത്തി ചീഫ് ജസ്റ്റിസിനെ സന്ദർശിച്ചത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഹൈക്കോടതി ടൈറ്റാനിയം കേസുമായി ഒരു കൂടിയാലോചന നടത്തിയെന്നത് ദുരൂഹമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി ഇന്ന് ടൈറ്റാനിയം കേസും പരിഗണിക്കുന്നൊരു സന്ദർഭത്തിൽ ആ കേസിൽ സ്വകാര്യ അന്യായത്തിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി ചീഫ് ജസ്റ്റിസിനെ പോയി കണ്ടു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും തമ്മിൽ വർഷത്തിലൊരിക്കൽ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തുകയും കൂടിയാലോചന ചെയ്യുന്ന ഒരു പതിവ്. സോളാർ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ വിസ്തരിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉടൻ രാജിവെക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കാൻ ഉമ്മൻചാണ്ടി അധികാര പദവി ഒഴിഞ്ഞേ പറ്റൂ. മുഖ്യമന്ത്രിയുടെയും മുൻ ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസുകൾ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കീഴ്വഴക്കങ്ങളും ധാർമ്മിക മൂല്യങ്ങളും കാറ്റിൽ പറത്തി അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ശ്രമമെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംസ്ഥാനത്ത് ഉയർന്നുവരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയല്ല ഭരണം പിടിക്കുകയാണ് വേണ്ടതെന്ന് BJP അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത് ഷാ. പാലക്കാട് BJP സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി H. രാജ, BJPയുടെ മുതിർന്ന നേതാക്കൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കേരളത്തിന്റെ സംഘടനാ കാര്യങ്ങൾ എല്ലാ മാസവും നേരിട്ട് വിലയിരുത്തുമെന്നും അമിത് ഷാ വ്യക്തമാക്കി. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. സന്നിധാനത്ത് എക്സൈസ് സംഘവും തൃശൂർ പൂരമേളക്കാരും സംയുക്തമായി അവതരിപ്പിച്ച ചെണ്ടമേളം ശ്രദ്ധേയമായി. മേളപ്രേമികളെ ഹരം പിടിപ്പിച്ച് 2 മണിക്കൂറോളം സന്നിധാനത്തെ ഇളക്കിമറിച്ച താളലയ സംഗമത്തിൽ 50ഓളം കലാകാരന്മാർ അണിനിരന്നു. ലഹരിമുക്തമായ സന്നിധാനത്തിന് വേണ്ടി നിലയുറപ്പിച്ചിരിക്കുന്ന കേരള എക്സൈസ് വിഭാഗം ഇന്നലെ അയ്യപ്പ സന്നിധിയിൽ അവതരിപ്പിച്ച ചെണ്ടമേളം ഭക്തജന മനസ്സുകളിൽ മറ്റൊരു ലഹരിയായി മാറി. തൃശൂർ പൂരത്തിന്റെ മേളക്കുലപതി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്കൊപ്പം മേളത്തിന് അണിനിരക്കുന്ന വിദ്വാൻമാരും എക്സൈസ് വിഭാഗത്തിലെ കലാകാരന്മാരും ഒത്തുചേർന്നപ്പോൾ ചെണ്ടമേള ലഹരിയിൽ സന്നിധാനം ഇളകിമറിഞ്ഞു. ചെണ്ടമർദ്ദനത്തിൽ വിളർന്ന രസഭാവങ്ങൾക്കൊപ്പം വലന്തലയും നിലത്താളവും കുറുങ്കുഴലും ആസ്വാദനത്തിന്റെ പുതിയ അനുഭവങ്ങൾ തീർത്തു.
2 മണിക്കൂറോളം നീണ്ട താളമേളങ്ങളിൽ സന്നിധാനം മറ്റൊരു പൂരനഗരിയായി മാറുകയായിരുന്നു. ക്യാമറമാൻ വിനോദിനൊപ്പം BG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.